ലൈവ് ഇടുന്ന സമയത്ത് ഇപ്പോൾ ഇംഗ്ലീഷ് മെസ്സേജുകളാണ് വരുന്നത്. അതിന് ഞാൻ പറയാം. നിങ്ങളുടെ നോർമൽ ലൈവ് നടക്കുന്ന ഒരു സ്ക്രീൻ നമ്മുടെ യൂട്യൂബിൻ്റെ ലൈവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് താങ്കൾ ഇംഗ്ലീഷിൽ മെസ്സേജ് വായിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ഇംഗ്ലീഷിൻ്റെ മീനിങ് അല്ലായിരിക്കുക അവർ പറഞ്ഞു വരുന്ന മലയാളം മീനിങ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതിനും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ മെസ്സേജ് ടച്ച് ചെയ്ത ഈ ടുഗദറിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മലയാളത്തിൽ വായിക്കാൻ പറ്റും. പിന്നീട് ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൻ്റെ മെയിൻ സ്ക്രീൻ ചാനൽ പിന്നെ ഫോണിൻ്റെ മെയിൻ താഴെ 3 വര, ഒരു സ്ക്വയർ, ഒരു ട്രയാങ്കിളിൽ ഡയമണ്ട് ടൈപ്പിൽ ഉള്ള ഒരു ഓപ്ഷനുകളുണ്ടോ ഏറ്റവും താഴെ? അങ്ങനെയുണ്ടെങ്കിൽ ആ സെൻറ്റർ ബട്ടണിൽ നമ്മൾ ലൈവ് സ്ട്രീം ആക്കാതെ ക്ലോസ് ചെയ്യുക. സെൻറ്റർ ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ സ്ക്രീൻ വരും. എങ്ങനെ നമ്മുടെ ഒരു ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള സ്ക്രീൻ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ സെൻറ്റർ ബട്ടണിൽ ഞെക്കുമ്പോൾ, ആ സ്ക്വയറിൽ ഞെക്കുമ്പോൾ ഫുള്ള് പിന്നെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ സ്ക്രീൻ വരും. അപ്പം നമ്മൾ തിരിച്ച് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അല്ല, അതിനു മുമ്പ് ഈ 3 വരയിൽ പിടിച്ച് ക്ലോസ് ചെയ്യുക ആദ്യം. മൊത്തം നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഫോൺ പേജ് ആണെങ്കിലും ഏത് ആപ്പ് ആണെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലോസ് ചെയ്ത് പോയി. ഇൻക്ലൂഡ് യൂട്യൂബ് ലൈവ് വരെ ക്ലോസ് ചെയ്ത് പോയി. എന്നിട്ട് നിങ്ങൾ സാധാരണ പിന്നെ ആപ്ലിക്കേഷൻ മുന്നോട്ടോ പുറകോട്ടോ ഒക്കെ മാറ്റി നിങ്ങളുടെ സ്ക്രീനിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു. യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് എന്ന് പറയുന്ന ഒരു ചിഹ്നമുണ്ട്. ആ പ്ലസ് എന്ന് പറയുന്ന ചിഹ്നത്തിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഷോർട്സ്, ലൈവ്, അങ്ങനെ പോസ്റ്റ്, അങ്ങനെ സോ ആൻഡ് സോ വരും. അതിൽ നമ്മൾ ലൈവ് ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. ലൈവ് ഓപ്ഷനിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇതേപോലെ തന്നെ സ്ക്രീനിൽ ക്യാൻസൽ ആൻഡ് റെസ്യൂം എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതിൽ റെസ്യൂമിൽ ടച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂ യുവർ ലൈവ് എപ്പം മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ആ ടൈം ഓഫ് പീരീഡ് കഴിഞ്ഞ് ജസ്റ്റ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നേന്ന് തുടങ്ങും. ആ സെക്കൻഡ് മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മലയാളത്തിൽ കറക്റ്റായിട്ട് മെസ്സേജുകൾ വായിക്കാൻ പറ്റുമെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ലൈവിലേക്ക് ഹാർദവമായി സ്വാഗതം. അത് കഴിഞ്ഞ് ധന്യൂസ് പാലക്കാട് നിന്ന് വിളിക്കുന്നുണ്ട്. സതീഷ് ചേട്ടാ എന്ന് പറഞ്ഞു. ധന്യു ചേച്ചി എവിടെയാ സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട്. കർത്താവെ പാലക്കാടാണ് എന്ന് ധന്യു പറയുന്നുണ്ട്. സതീഷ് ലൈവിലേക്ക് ഹാർദവമായി സ്വാഗതം. പുതിയതായിട്ട് വരുന്ന വ്യക്തിയാണെങ്കിൽ ലൈവിനെ സപ്പോർട്ട് ചെയ്തും ഒപ്പം ജയൻ ചേട്ടാ എന്ന് പറയുന്നുണ്ട്. ഹായ് നമസ്കാരം ധന്യു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഓടാൻ പോകുന്നു. തായോ വിനിച്ചേട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായെങ്കിൽ മനസ്സിലായി കാണും, അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഈ ലൈവ് പിന്നെ എൻ്റെ ആകുമ്പോൾ ഈ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ ഈ വോയിസ് ട്യൂതറിനകത്ത് നിങ്ങൾക്ക് കേൾക്കുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾ ഫോൺ എടുത്ത് വെച്ച് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ മുത്തേ നിനക്കാണോ കിരീടം വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് കിരീടവും വേണ്ട, ചെങ്കോലും വേണ്ട. ഞാൻ തമ്പുരാനോട് തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ 16-ാം തമ്പുരാൻ ജഗൻ ശംഭു മഹാദേവ. മിന്നൽ വള കയ്യിൽ വെച്ച പെൺകൊടിയെ. മിന്നൽ ഹായ് നമസ്കാരം, ലൈവിലേക്ക് സ്വാഗതമുണ്ട്. ബിജിമോൾ ധന്യു ഹായ് എന്ന് പറയുന്നുണ്ട്. മിന്നൽ സ്റ്റാർട്ടപ്പ് എന്നും പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട്. ബിജി സ്നേഹം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത്രേ ഉള്ളൂ. ആ മുതലാളി ചായ കുടിച്ചോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഫാമിലിയൊക്കെ സുഖം തന്നെയാണ് മുതലാളി? കുയ് മിറ്റം തൂക്കാനോ വെള്ളത്തിക്കാനോ വൈഫ് ഇപ്പം വന്നതേ ഉള്ളൂ. കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആണോ? ഞാൻ ചായ കുടിച്ചു. ഞാൻ അവിടെ ഷോപ്പിൽ കസ്റ്റമർ ഉണ്ടായിരുന്നു. എന്തിന്റെ വിശേഷം? ആണോ? ഞാൻ വേഗം 2 പാട്ടുകൾ പാടിയിട്ട് ഞാൻ ഇറങ്ങുവേ. അപ്പൊ ഒരു ഭക്തിഗാനം പാടാം. സ്വാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. സ്വാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ നിത്യസത്യതയ നിധിയേ, ഇനി കൽപ്പാന്തമിഴിതൽ തുറന്നിടണേ. ഇരുമുടി നിറയുമീ ദുരിതം ഒഴിയണേ, ഇഹപരശാന്തി തൻ അമൃതം അരുളണേ. മനസ്സാകും പുലിമേലെ വാഴണേ, ജന്മശനി നീക്കി ശരിയേകിടേണമേ. സ്വാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി